വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നടത്തിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാനായിട്ടാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പം എല്ലാവരും ആദ്യം വാങ്ങുന്നത് എന്തായാലും ഒരു ബാഗായിരിക്കും. അപ്പം എൻ്റെ ബാഗ് ഇതാണ്. അപ്പം ഇതിലാണെങ്കിൽ ഒരു 4 കള്ളികളാണുള്ളത്. 2 എണ്ണം ഒരേ വലുപ്പത്തിലുള്ളതാണ്. ഒരെണ്ണമാണ് വലുത്, പിന്നെ ഒരെണ്ണം ചെറുതാണ് വന്നിട്ടുള്ളത്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് കള്ളി തുറന്നു. അതിൽ നമുക്ക് നോട്ട്ബുക്ക് വെക്കാം, ഇവിടെ ടെക്സ്റ്റ് ബുക്കും വയ്ക്കാം. പിന്നെ അടുത്ത കള്ളി എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നാണെങ്കിൽ ലഞ്ച് ബോക്സ് വയ്ക്കാൻ പറ്റിയ കള്ളിയാണ്. ഇതിൽ ഞാൻ ലഞ്ച് ബോക്സ് ആയിരിക്കും എന്തായാലും വെക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സ് വയ്ക്കാൻ പറ്റിയൊരു കളി തന്നെയാണ് കേട്ടത്. ഇതിൽ ഒരുവിധ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനായിട്ട്. ഇനി അടുത്ത കള്ളി എന്ന് പറയുന്നത് അതിൻ്റെ വലുപ്പം തന്നെ, പക്ഷേ അതിനെക്കാട്ടും ഇച്ചിരി കൂടി ചെറുതാണ്, ബട്ട് സ്പേസൊക്കെ ഉണ്ട്. ഈ ബാഗിന് നല്ല സ്പേസുള്ള ബാഗാണ്. പിന്നെ പെട്ടെന്ന് അങ്ങനെ കരിമ്പിനൊന്നും പിടിക്കില്ല, ഒരു നല്ല ബാഗ് തന്നെയാണ്. ഇതിൽ നമുക്ക് പൗച്ചൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റിയത് ഒരു പ്ലേസും കൂടിയാണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഒരു പൗച്ചാണ്. ഈ പൗച്ച് വന്നിട്ട് ഒരു ഗ്രീനും ബ്ലൂ ആ ഒരു മിക്സഡ് ഷെയ്ഡായിട്ടുള്ളതാണ്. നല്ല കളറാണ്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ള ഡൈനോസറിനെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി. നല്ല ക്യൂട്ട് കുട്ടി ഡൈനോസർ, തൊപ്പിയൊക്കെ വെച്ച് ഇരിക്കുന്ന നല്ല ക്യൂട്ട് ഡൈനോസർ. അതിനെ കണ്ടപ്പോൾ തന്നെ ഞാൻ എടുക്കണം വിചാരിച്ചു എടുത്തു. എനിക്കതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഇതിലാണെങ്കിൽ ഫെയ്ഡ് ആവുമെന്നില്ല ഇതിൻ്റെ പ്രിൻ്റ്. ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു കവറിങ്, അതൊരു ചില്ല് പോലെയൊക്കെ ഒരു കവറിങ് വന്നിട്ടുണ്ട്, ഫെയ്ഡ് ആവില്ല. ഈ പൗച്ച് നല്ലൊരു പൗച്ചാണ്. ഞാൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിബ് തുറക്കാൻ ജസ്റ്റ് ഒന്ന് പണിയുണ്ടായിരുന്നു, ഒറ്റക്കൈ കൊണ്ട് തുറന്നുകൊണ്ട്. ഉള്ളെന്ന് പറയുമ്പോൾ നമുക്ക് പെൻസിലൊക്കെ സ്റ്റോർ ചെയ്യാം. പിന്നെ അത് നമുക്ക് പൊക്കുകയും ചെയ്യാം കേട്ടോ. നല്ലൊരു പൗച്ച്, ഒരു ബെസ്റ്റ് പൗച്ച് തന്നെയാണ് കേട്ടത്. അടുത്തതെന്ന് പറയുന്നത് ഒരു സാധാ സ്റ്റീലിൻ്റെ കുപ്പിയാണ്. കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരു സ്റ്റീലിൻ്റെ സാധാ കുപ്പി. അച്ഛൻ പറഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ട് സ്റ്റീലിൻ്റെ വാങ്ങിയാൽ മതി. അപ്പം ഞാൻ സ്റ്റീലിൻ്റെ എടുത്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടത് പെൻസിലും പേനയാണ്. ഞാൻ പേന ലെക്സിയുടെ ഒരു പാക്കറ്റ് വാങ്ങി, അപ്സരയുടെയും വാങ്ങി. പിന്നെയെന്ന് പറയുന്നത് വരുന്നത് ഒരു പെട്ടിയാണ്. ഈ ഒരു പെട്ടിയിൽ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ്. ഒരു ക്ലിപ്പ്, സ്ലൈഡ്, പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നൊരു ക്ലിപ്പ്, പിന്നെ ഒരു ക്രാബ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് സ്റ്റെഡ്സും, പിന്നെ 4 ബുഷുമാണ് വരുന്നത്. ഇത്രേ ഉള്ളൂ. ഇനി വരാൻ പോകുന്ന ഒരു ഐറ്റമാണ് സ്പെഷ്യൽ ഐറ്റം. വരാൻ പോകുന്ന ഐറ്റം എന്താണെന്നല്ലേ നിങ്ങളുടെയൊക്കെ മനസ്സിലായി? ഇതാണ് ഗൈസ് ആ ഒരു ഐറ്റം. ഇതാണ് ഒരു സ്പെഷ്യൽ ഇറൈസറാണ്. ഇതാണ് ക്ലിക്ക് ടു ഇറൈസ്, മായ്ക്കാൻ വേണ്ടി നെക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഗൈസ് ഞാനത് ഓപ്പൺ ചെയ്ത് ഗൈസ് നമുക്കിനി തിരിച്ച് വയ്ക്കാം. ഇതെന്ന് പറയുന്നത് ഇറൈസറാണ്, കണ്ടല്ലോ. ഇത് ഇറൈസറാണ്, കണ്ടോ. അതവിടെ ഇടാം. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്. ഇതിനെടുക്കാൻ ഇച്ചിരി പണിയാണ്. ഇതാണ് ഗൈസ് ക്ലിക്ക് ടു റൈസ്. നെക്ക മായ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, നെക്ക എന്നിട്ട് ഇങ്ങനെ മായ്ക്കാം. എന്നിട്ട് ഇത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് ഇടാം. ഈ റൈസർ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള കട എന്ന് പറയുന്നത് നമ്മുടെ ഞാറക്കലായിട്ട് വരുന്ന വിശാൽ മാർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു റൈസർ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റൈസർ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ ഉൾപ്പെടെ ഇഷ്ടമായെന്നാണെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും കൂടി ചെയ്യണം കേട്ടോ. ബൈ ഗൈസ്, ബൈ.